ആർ എൻ പിള്ള ഈ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ MD ആണ്. ഹീസ് എ നോൺ നെയിം അമംഗ് ബാംഗ്ലൂർ മലയാളീസ്. കേട്ടിട്ടില്ലേ? No, I haven't. Maybe because I'm new here. യു ആർ ഫ്രം? കരുനാഗപ്പള്ളി. ഒറിജിനലി ഫ്രം തമിഴ്നാടു. തമിഴ്നാട്ടിലെവിടെ? രാമനാഥപുരത്ത് ഏർവാടിയിൽ. അവിടെ ഇപ്പോൾ ആരുമില്ല. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ കേരളത്തിലേക്ക് പോന്നു. ഓക്കെ, യുവർ സൺ ഈസ് ഫൈൻ നൗ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുണ്ട്. സോ ബട്ട് ആക്ച്വലി ഞാൻ ഡോക്ടറിനോട് വേറൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ബ്ലഡ് റിസൾട്ട് വാങ്ങി വരുമ്പോഴാണ് ഐ കെയിം അക്രോസ് ദ സ്ട്രേഞ്ച് വിഷ്വൽ. അതൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. തൊഴിലായി പോയില്ലേ. ആക്ച്വലി ദർ ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. കഴിഞ്ഞ ആഴ്ച ഹുസൂർ റോഡിൽ ഞാനൊരു ആക്സിഡൻറ്റ് കണ്ടു. മരിച്ചാക്ക് ഇതേ മുഖം. ആൻഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ് ബൈ ദ സിമിലാരിറ്റി. മരിച്ചെന്ന് ഞാൻ പറയാൻ കാരണം ഐ സോ ഇറ്റ് ആൻഡ് ഹി വാസ് ഡെഡ്. അവർ ട്വിൻസ് ആയിരുന്നു. I also asked your front office staff about it. They said they know nothing. And someone said one of your surgeons, Dr. Hari Narayan, met with an accident on that day on Hosur Road. And she also said he's the son of your MD. And now I know the one inside the ICU is Ravi Narayan, twin of Dr. Hari Narayan who got killed in that accident. ഞാൻ അന്വേഷിച്ചപ്പം രവി is in a derailed state of mind and attempted suicide. വെളുപ്പിനെ 2:30 മണിക്ക് വർക്ക് സൈറ്റിൽ പോയി 4ാമത്തെ നിലയിൽ നിന്നെടുത്ത് ചാടി. ಫಾಲ್ಸ್ ರೂಫ್ വീണുകൊണ്ട് രക്ഷപ്പെട്ടു. ಹಲೋ ಸರ್, ಹೌದು ಸರ್, ಆಯಿತು ಸರ್, ಇವತ್ತೇ ಮಾಡ್ತೇನೆ. ಸರ್ ಆ ಕಡೆ ಹೋಗಬೇಡಿ, ಅದು ರಿಸ್ಟ್ರಿಕ್ಟೆಡ್ ಏರಿಯಾ ಸರ್. ಅಲ್ಲಿ ಫಾಲ್ಸ್ ರೂಫ್ ಇದೆ, ಬಿ ಕೇರ್ಫುಲ್. And I think there's a minor fracture on his right hand. ശരിയല്ലേ? ഹൊസൂർ റോഡിലെ ആക്സിഡന്റിനെ പറ്റി ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചപ്പോൾ they said the corrupt to the core cops of this bloody state said they're not sure. ഇങ്ങനെ ഒരു കാര്യം നടക്കണമെങ്കിൽ 2 things are sure. 1, immediate ഫാമിലിയുടെ കണ്ണായവൻസോടെ ആയിരിക്കണം അത് നടന്നിരിക്കുന്നത്. 2, money is being pumped into this like hell. One of the twins is dead, other attempted suicide. And I say the one who's dead is Dr. Hari Narayan, and the one who's inside the ICU is now mentally unstable Ravi Narayan, and I'm here to take him. No, you won't. Mr. Aran Pilla, I tried to get you, but you were elusive. ഒട്ടും സോഷ്യലൈസ് ചെയ്യാതെ വളരെ അലൂഫായി ജീവിക്കുന്ന ഫാമിലിയാണ് നിങ്ങളുടേതെന്ന് ഞാൻ അറിഞ്ഞു. സാറിനറിയാലോ, ഇരട്ടകളിൽ ഒരാൾ മരിച്ചാൽ മറ്റേയാളുടെ മനസ്സിലത് താങ്ങാനാവാത്ത ബ്ലോ ആണ്. രവി നോർമലല്ല, അതുകൊണ്ടാണ് അയാൾ സൂയിസൈഡിന് ട്രൈ ചെയ്തത്. അങ്ങനെ ഒരാളെപ്പറ്റി ഗവൺമെന്റ് അറിവുണ്ടായി. എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് നിങ്ങളുടെ മകന്റെ കാര്യം മാത്രമല്ല സാർ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരാൾ ഇസ് എ ത്രെറ്റ് ടു ദ സൊസൈറ്റി. രവി ഒരു പൈലറ്റ് ആയിരുന്നെങ്കിലോ 400 പാസഞ്ചേഴ്സ് ഉള്ള ഒരു പ്ലെയിൻ കടലിൽ കൊണ്ട് ക്രാഷ് ചെയ്യും. അല്ലെങ്കിൽ പാവങ്ങളുടെ ദേഹത്തോടെ കാറുകൊണ്ട് കയറ്റിയാൽ അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മകന്റെ കാര്യം മാത്രമേ നോക്കൂ. നിയമം ആ പാവങ്ങളെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് സാർ ചിന്തിക്കുന്നത്. മിസ്റ്റർ യൂസഫ് മരക്കാർ, whatever, please leave us alone, will you? Dr. Mani, sir, let's go. ഞാൻ നിങ്ങൾ എല്ലാവരോടും പറയുകയാണ്, you just obey me here. Don't disclose this to anyone else. But I don't understand. Why shouldn't we tell anyone? Sir, ನೋಡ್ಕೊಂಬನ್ನಿ ಸರ್, ಜಾರುತ್ತೆ. രവി ഇതെങ്ങനെ അറിഞ്ഞു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവനെ പ്രിപ്പയർ ചെയ്യിച്ചിട്ടേ പറയാൻ പാടുള്ളായിരുന്നു. Hello? Yes, Ravi. No, this is Balakrishnan. No, I'm sorry. Ravi, I have some bad news.
stop the car. Yep. പ്രേമ ലുക്ക്, പിഷാരടിയുടെ കാര്യത്തിൽ തനിക്കൊരു കയ്യബദ്ധം പറ്റിയെന്ന് എനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. കുറച്ച് ഡോക്യുമെന്റ് സൈൻ ചെയ്താൽ മതി തന്നെ, സോ ദാറ്റ് ദർ ആർ നോ ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, കം, ഐ വിൽ ഡ്രോപ്പ് യു. ഈ ജാക്കി ചാനും ടാർസനോട് കൂടി ആരാ ജയിക്കുക? ജാക്കി ചാൻ ജയിക്കും. അതെന്താ? ജാക്കി ചാൻ്റെ തോക്കില്ലേ? അപ്പൊ ടാർസന്റെ കയ്യിൽ കത്തി ഉണ്ടല്ലോ, സൂപ്പർ കത്തി, ഷാർപ്പ്, അറിയോ? അപ്പൊ ടാർസൻ ജയിക്കും. മോൻ ഉറങ്ങിക്ക്. ജാക്കി ചാന് കരാട്ടയും കുംഫു അറിയാലോ. അപ്പൊ ജാക്കി ചാൻ ജയിക്കും. അപ്പൊ ജാക്കി ചാൻ ഓടാൻ അറിയാലോ. അപ്പൊ ടാർസന് കൂട്ടിന് കടുവയും കുരങ്ങനും ഒക്കെ ഉണ്ടല്ലോ. എന്തായി? എവിഡൻസ് ഒക്കെ കിട്ടിയോ? ഇവിടുന്ന് സാറ് കൊടുക്കുന്ന മരുന്നിൻ്റെ ലിസ്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഹെവി ട്രാൻക്ലൈസേഴ്സ് അല്ലേ. ഗുഡ് മോർണിംഗ് സാർ. ഇയാളെന്താ ഇവിടെ? ഐ എം ഓൺ ഡ്യൂട്ടി. എനിക്കാരും ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. ഐ എം ട്രൈങ് ടു ഹെൽപ്പ് യു. എന്താ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും. സർ, ഒരു റെക്കോർഡ് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊരു വാർത്തയാകില്ല, കോടതിയിലെത്തില്ല. ചേംബറിൽ തന്നെ തീർക്കാനുള്ള വകുപ്പുകളുണ്ട്. ഡോക്ടർ മണി, ലെറ്റ്സ് ഗോ. ഷുവർ. രവിക്ക് ഡോക്ടർ മണിയെ കുറിച്ച് കൊടുക്കുന്ന മരുന്നിൻ്റെ ലിസ്റ്റ് നിയമപരമായി തന്നെ എനിക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റും. ഓ, എന്തോന്ന് ലിസ്റ്റ്? എന്തെങ്കിലും ഒരു റെക്കോർഡ് ഉണ്ടാവില്ലേ? ഐ എം സോറി അച്ഛാ, ഞാൻ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കിയല്ലേ. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഡോക്ടർ, ഹൗ ആം ഐ? പെർഫെക്റ്റ്. അമ്മ, രവി അവനെങ്ങനെയുണ്ട്? രവിക്ക് എങ്ങനെയുണ്ട്? നീ എന്താ പറയുന്നത്? ഞാൻ കാർ ഓടിച്ചു പോവായിരുന്നു. പെട്ടെന്ന് രവിക്കെന്തോ പറ്റിയതുപോലെ അവൻ എവിടുന്നോ താഴെ വീണു. അമ്മേ, രവി ഇപ്പൊ എവിടെ? അവൻ എന്തോ പറ്റി? രവി, സോറി ഡോക്ടർ, എനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. സർജറി, പിഷാരടി, ഹീസ് ഫൈൻ അല്ലേ? രവി, അയാൾക്ക് എവിടെയോ ഇന്റേണൽ ഇഞ്ചറി ഉണ്ട്. ദാറ്റ് ഈസ് പ്രിസൈസ്ലി വൈ ഹിസ് BP ഈസ് ഗോയിങ് ഡൗൺ. ഞാൻ സ്കാൻ റിപ്പോർട്ട് എടുത്താണ്, നോക്കിയതാണ്. Or did I look into it? ശരിക്കും ഓർമ്മ വരുന്നില്ല. ഞാനെന്തോ പറയാൻ വേണ്ടി കാറിൽ വരായിരുന്നു പിഷാരടിയുടെ കാര്യത്തിൽ. Holy shit, I forgot. ഇറ്റ്സ് ഓക്കെ, ടേക്ക് റെസ്റ്റ്. നമുക്ക് പിന്നെ സംസാരിക്കാം. സർജറി എന്തായി? Is he alive? Oh no. My God, my fault. I forgot something. Something vital. ലുക്ക്, നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തു. No, doctor. I forgot something.
am to blame for this. It's my fault. Pishardi. He was such an innocent soul. Mr. Hari, are you okay? I am perfect. But Devi? രവിക്ക് ചെറിയൊരു വീഴ്ച പറ്റി, കാലൊന്ന് ഉളുക്കി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സർ, അമ്മ പൊക്കോളൂ. എനിക്കൊന്നുമില്ല. രവി വിളിച്ച എന്നൊന്ന് വിളിക്കാൻ പറയൂട്ടോ. പൊക്കോളൂ. അയാൾ ആരാന്ന് പോലും അയാൾക്ക് അറിഞ്ഞുകൂടാ. അതിപ്പോ ഞാൻ ആരാണെന്ന് എനിക്കറിയൂ. രമണ മഹർഷി പറയുന്നത്. Can you stop the rubbish? I need to take him and I will do that. No, you won't. എന്റെ പേഷ്യന്റിനെ ആരും കൊണ്ടുപോകത്തില്ല. അയാൾക്ക് എന്താ നല്ലതെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഡോക്ടർ പ്ലീസ്, അയാൾ ഇപ്പൊ എന്ത് ചെയ്താലും നിയമപരമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ ഇപ്പൊ ഇന്ത്യയിൽ നിയമപരമായി ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ ഈ ആശുപത്രിയിലെ മുഴുവൻ പേരെ കത്തിച്ചു കൊന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാൻ പറ്റാത്തുള്ള ചുമതല ഗവൺമെന്റിനാണ്. I'll come back in an hour. എനിക്ക് ആ മെഡിസിൻസിന്റെ ലിസ്റ്റ് വേണം. ഇറ്റ്സ് എ മസ്റ്റ്.